അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അടുത്ത ആയത്ത് അല്ലാഹു അസ്സമദ്. അസ്സമദ് എന്ന് പറയുമ്പോൾ സ്വമദ, സ്വമദ യസ്മുദു, സ്വാദ് മീമ് ദാല്. സ്വമദ യസ്മുദു എന്ന് പറയുമ്പോൾ ഖസദ യഖ്സുദു, ലക്ഷ്യം വെക്കുക, ആവശ്യം വെക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ എല്ലാ സൃഷ്ടികളും ലക്ഷ്യം വെക്കുന്നവൻ അല്ലാഹു അസ്സമദ്. ഈ ഭൂമുഖത്തുള്ള ഈ ലോകത്തുള്ള എല്ലാം അവരെല്ലാവരും ആവശ്യക്കാരായവൻ, അവരെല്ലാവരും ലക്ഷ്യം വെക്കുന്നവൻ അവനാണ് അല്ലാഹ്, അവനാണ് അസ്സമദ്. ഭാഷാപരമായി അസ്സമദ് എന്ന് പറയുമ്പോൾ സകല ജീവജാലങ്ങളും അവരുടെ ആവശ്യം നിർവഹിക്കാൻ ലക്ഷ്യം വെക്കുന്നവൻ, മുഴുവൻ ജീവജാലങ്ങളും ലക്ഷ്യം വെക്കുന്നവൻ അവനാണ് അസ്സമദ്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിനെ എല്ലാവരും ആശ്രയിക്കുന്നു. അള്ളാഹുവിനെ എല്ലാവരും ആശ്രയിച്ചുകൊണ്ടാണ് കഴിയുന്നത്. അള്ളാഹു ആകട്ടെ അവൻ ഒന്നിൻ്റെയും ആശ്രയത്തിൻ്റെ ആവശ്യവുമില്ല. ഇനി ഇതിൻ്റെ തഫ്സീർ എന്താണ് സ്വമദ് എന്നതിൻ്റെ തഫ്സീർ ചില പണ്ഡിതന്മാർ പറഞ്ഞു, അസയ്യിദുല്ലദി യുസ്മദു ഇലൈഹി, ആവശ്യങ്ങൾ വരുമ്പോൾ അവലംബമാക്കുന്ന സയ്യിദ്. എല്ലാ സൃഷ്ടികളും അവരുടെ ആവശ്യങ്ങൾ വരുമ്പോൾ അവരവലംബിക്കുന്നത് ആ സയ്യിദാണ് അസ്വമദ്. എല്ലാ സൃഷ്ടികളും അവലംബിക്കുന്നത് അള്ളാഹുവിനെയാണ്. ഒരു കണ്ണിമ വെട്ടുന്ന നേരത്ത് പോലും നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ, നമ്മുടെ കാര്യം ഏറ്റെടുക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾ അള്ളാഹുവിനെ ആശ്രയിക്കുകയാണ്. കുടിക്കുന്ന വെള്ളം, ശ്വസിക്കുന്ന വായു, ഭൂമി എല്ലാം അള്ളാഹുവിൽ നിന്നാണുള്ളത്. മുഴുവൻ ജീവജാലങ്ങളും അവനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. എല്ലാവരും ആശ്രയിക്കുന്ന സയ്യിദ് അള്ളാഹുവാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഈ തഫ്സീർ, ഈ അഭിപ്രായം പറഞ്ഞ മുഫസ്സിറാണ്. ഈ ആലമിലെ, ഈ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും ലക്ഷ്യം വെക്കുന്ന സയ്യിദാണ് അവൻ. അതുപോലെ തന്നെ അല്ലദീ ലാ ജൗഫ ലഹു, ഒരു അകം ഇല്ലാത്തവൻ, ഉള്ള് ഇല്ലാത്തവൻ, ഒരു അന്തർഭാഗമില്ലാത്തവൻ. അഥവാ ലാ യഅകുൽ വലാ യശ്റബ് വലാ യഖ്റുജു മിൻഹു ഷൈഉൻ, ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല, പാനീയത്തിൻ്റെ ആവശ്യമില്ല, ഒന്നും പുറത്തേക്ക് പോകേണ്ട ആവശ്യവുമില്ല. ഇതൊക്കെ മനുഷ്യന്മാർക്ക് ആവശ്യമാണ്, മറ്റു ജീവജാലങ്ങൾക്കെല്ലാം ആവശ്യമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എന്തിനെങ്കിലും ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ അവനില്ല. അങ്ങനെ ആശ്രയിക്കുന്ന രൂപത്തിലൊരു അകം അവനില്ല. അതുപോലെ തന്നെ അന്നഹു അദ്ദായിം, നിത്യമായുള്ളവൻ. മുഴുവൻ സൃഷ്ടികളും അവർക്കില്ലാത്ത ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്, അന്നും അള്ളാഹു ഉള്ളവനാണ്. ഇനി എല്ലാം ഇല്ലാതാകുന്നൊരു കാലം വരും, അന്നും അള്ളാഹു ഉണ്ടായിരിക്കും. സൂര്യൻ തകരും, ഭൂമി തകരും, ആകാശങ്ങൾ തകരും, എല്ലാം തകരും. എന്നാൽ അള്ളാഹു അവൻ അൽ അവ്വലാണ്. അല്ലാഹുമ്മ അൻതൽ അവ്വലു ഫലൈസ ഖബ്ലക ഷൈഉൻ വ അൻതൽ ആഖിർ ഫലൈസ ബഅദക ഷൈഉൻ. അതാണ് അള്ളാഹു. സൃഷ്ടികളോ, ആ സൃഷ്ടികളില്ലാത്ത കാലമുണ്ടായിട്ടുണ്ട്, സൃഷ്ടികൾ ഇനി നശിച്ചു പോകുന്ന കാലമുണ്ട്. അതുപോലെ തന്നെ സ്വമദ് എന്ന് പറഞ്ഞാൽ ഷറഫിൽ പൂർണ്ണത വരിച്ചവൻ, ഹിൽമിൽ പൂർണ്ണത വരിച്ചവൻ, ഐശ്വര്യത്തിൽ പൂർണ്ണത വരിച്ചവൻ. എടുത്തുചാടി ഹിൽമില്ലാതെ, വിവേകമില്ലാതെ അടിമകളെ ശിക്ഷിക്കുന്നവനല്ല. ഹിൽമിൻ്റെ, വിവേകത്തിൻ്റെ പൂർണ്ണത വരിച്ചവനാണവൻ, ഷറഫിൻ്റെ പൂർണ്ണത വരിച്ചവനാണവൻ. ഇതെല്ലാം ആ സ്വമദ് എന്നതിൻ്റെ തഫ്സീറായിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതാണ്. അപ്പോൾ അള്ളാഹു അവൻ്റെ സ്വമദീയത്ത്, ആ സ്വമദീയത്ത് എന്ന വിശേഷണം അസ്വമദ് എന്ന ഇസ്മിലൂടെ നമ്മളെ കൊണ്ട് അംഗീകരിപ്പിക്കുകയാണ്. ഇപ്പം രണ്ട് ആയത്തുകൾ നമ്മൾ പഠിച്ചു. ഈ രണ്ടായത്തുകളും അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തരുന്നതാണ്. ഈ സൂറത്തുകൾ അതിൻ്റെ ആഴത്തിൽ പഠിച്ചപ്പോഴാണ് സലഫുകൾ രാത്രി നമസ്കാരത്തിൽ ഈ ഒരു സൂറത്ത് മാത്രം പാരായണം ചെയ്തുകൊണ്ട് സുദീർഘമായി നമസ്കരിക്കുമാറ് ഈ ആയത്തുകൾ അവരുടെ ഹൃദയങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആഴത്തിൽ പഠിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.